മടങ്ങിയെത്താം. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് CPM-നുള്ള നിലപാട് അത് പുതിയ നിലപാടല്ല. നേരത്തെ തന്നെ നിങ്ങൾ തുടർന്നു വരുന്ന ശക്തമായ നിലപാടാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഈ സമയത്ത് അതിന്മേലൊരു ശക്തമായ പ്രതികരണം ഞങ്ങളിതാ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കുന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടാണ്, കേരളത്തെ മുന്നിൽ കണ്ടാണ് എന്നാണ് CPM വിമർശകർ പറയുന്നത്. ഇവിടെ നിങ്ങൾക്കത് ന്യൂനപക്ഷ വോട്ട് നേടിത്തരും, UDF-ന് പോകുന്ന ന്യൂനപക്ഷ വോട്ട് അത് CPM-ന് നേടിത്തരും എന്നുള്ള കാര്യമാണ് പറയുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഹിന്ദി ഹൃദയഭൂമിയിലൊന്നും നഷ്ടപ്പെടാൻ ഇല്ലതാനും. സ്മൃതി, ജയേന്ദ്രൻ മാഷ് പറഞ്ഞതിനോടും കോൺഗ്രസ് അനുകൂല വക്താവ് പറഞ്ഞതിനോടും പ്രതികരിക്കാൻ അല്പസമയം വേണം. ഇപ്പോൾ ഇക്കാര്യത്തിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ CPM ഇത് വളരെ അചഞ്ചലമായിട്ടുള്ള ഒരു നിലപാടിൻ്റെ ഭാഗമായിട്ട് കൈക്കൊണ്ട ഒരു തീരുമാനമാണ്. അയോധ്യ വിഷയവുമായി മുൻനിർത്തി എക്കാലത്തും CPM കൈക്കൊണ്ടിട്ടുള്ള ഒരു തീരുമാനമുണ്ട്, നിലപാടുണ്ട്, നയമുണ്ട്. അതിൻ്റെ പിന്തുടർച്ചയാണ്. ഞങ്ങൾ ചാടിക്കയറി ഞങ്ങൾ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതല്ല. നൃപേന്ദ്ര മിശ്രയും അതുപോലെ തന്നെ ചമ്പത് റായിയും സീതാറാം യെച്ചൂരിയെ വന്ന് ക്ഷണിച്ചപ്പോൾ അതിനോടുള്ള പ്രതികരണമാണ് അദ്ദേഹം നടത്തിയത്. അല്ലാതെ ക്ഷണം കിട്ടാതെ പ്രതികരിച്ചതല്ല. ഇനി എനിക്ക് നിസാം പറഞ്ഞതിനോട് എനിക്കൊന്ന് പറയാനുണ്ട്. ഞാൻ ജയേന്ദ്രൻ മാഷിലേക്ക് വരാം. നിസാം പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, കേരളത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാം. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് പുറത്തുള്ള മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണ്, അവർ രണ്ടാം കിട പൗരന്മാരാണ്. നിസാമെ, നിങ്ങൾ ഇതുപോലുള്ള സന്ധികൾ ചെയ്തുകൊണ്ടാണ് കേരളത്തിൻ്റെ വെളിയിൽ ഈ സുരക്ഷിതത്വമില്ലായ്മയും മുസ്ലിം ജനവിഭാഗം രണ്ടാം കിട പൗരന്മാരുമായത്. ഇതേ രണ്ടാം കിട പൗരന്മാരെ ആക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ഈ ശക്തികൾ വരുന്ന സമയത്താണ് നമ്മൾ പ്രതിരോധം തീർക്കുന്നത്. ആ പ്രതിരോധത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കേരളം സുരക്ഷിതത്വമുള്ള ഒരു വിധാനമാണെന്ന് നിങ്ങൾക്ക് പോലും പറയാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഒരു തരത്തിലും ഈ ശക്തികളുടെ മുമ്പിൽ ഒരു തരത്തിലുള്ള സന്ധിക്കും പോകരുത് എന്നുള്ളത്. ഇത് നേരത്തെ പ്രമോദ് പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയും ജനാധിപത്യത്തെയും വിഴുങ്ങാനുള്ള ശക്തിയാണ്. ഞാനിപ്പോൾ പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട 3 മാസത്തേക്ക് സസ്പെൻഷൻ കൽപ്പിക്കപ്പെട്ട MP-യാണ്. 146 MP-മാരെയാണ് പാർലമെൻറ്റിൽ നിന്ന് പുറത്താക്കിയത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു നടപടി ഉണ്ടാകുന്നത്. ഒരു എക്സിക്യൂട്ടീവ് പാർലമെൻറ്റിനോട് വിധേയപ്പെട്ട് പ്രവർത്തിക്കണമെന്നുള്ള അടിസ്ഥാന പ്രമാണത്തെ പോലും ബഹുമാനിക്കാത്ത ഒരു സർക്കാരാണ് ഇവിടെയുള്ളത്. ജയേന്ദ്രൻ മാഷ് വളരെ വാചാലമായി സുപ്രീം കോടതി പറഞ്ഞു. ജയേന്ദ്രൻ മാഷെ, ഞാൻ 1987 മുതൽ ഈ ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് ഈ അയോധ്യ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ഉൾപ്പിരിവുകളും മനസ്സിലാക്കിയ ഒരാളാണ്. നിങ്ങൾ ആദ്യകാലത്ത് എന്താ പറഞ്ഞത്? വിശ്വാസവുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ ഒരു കാരണവശാലും കോടതിയുടെ തീർപ്പ് ഞങ്ങൾ അംഗീകരിക്കില്ല എന്നല്ലേ പറഞ്ഞത്? അവസാനം നിങ്ങൾ പരുവപ്പെടുത്തിയെടുത്ത ഒരു സാഹചര്യത്തിൽ സുപ്രീം കോടതി വിധി വന്ന ശേഷമല്ലേ ഇപ്പോൾ നിങ്ങൾ സുപ്രീം കോടതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതിനു മുമ്പ് സുപ്രീം കോടതി എന്ന് നിങ്ങൾ പറഞ്ഞിരുന്നോ? LK അദ്വാനിയെ പോലുള്ള നേതാക്കൾ പരസ്യമായിട്ടല്ലേ സുപ്രീം കോടതിയെ വെല്ലുവിളിച്ചത്? എന്തിനേറെ നരസിംഹറാവു ഈ വിഷയം 142 പ്രകാരം സുപ്രീം കോടതിക്ക് റഫർ ചെയ്തപ്പോൾ നിങ്ങൾ അതിനെ ശക്തിയായി എതിർത്തവരല്ലേ? പിന്നെ നിങ്ങളുടെ ഭാഷ കെട്ട് കഴിഞ്ഞാൽ ബാബറി മസ്ജിദ് പൊളിച്ചതെന്തോ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് വിചാരിക്കും. എത്ര പേരുടെ ജീവനാണ് ജയേന്ദ്ര മാഷെ നഷ്ടപ്പെട്ടത്. ഈ പറഞ്ഞ ഗഗോയി എന്ന് പറയുന്ന എൻ്റെ സഹപ്രവർത്തകൻ അധ്യക്ഷം വഹിച്ച 5-അംഗ ബെഞ്ച് ആ വിധി പ്രസ്താവം നടത്തിയ ശേഷം അദ്ദേഹം ഒരുപക്ഷെ പാപക്കറ കഴുകിക്കളയാൻ വേണ്ടി പീലാത്തോസ് കൈകഴുകിയ പോലെ വീഞ്ഞു കഴിച്ച് ആ സായാഹ്നം ചെലവിട്ടപ്പോൾ ആ വിധി പ്രസ്താവത്തിന് ഒരു കാര്യമുണ്ട്, കൊടും കുറ്റകൃത്യമാണ് നിങ്ങൾ നടത്തിയത് ഈ പള്ളി പൊളിച്ചത് എന്നുള്ളത്. ഞങ്ങളുടെ വിയോജിപ്പ് എന്തായിരുന്നു? ഈ കുറ്റകൃത്യം നടത്തിയവർക്ക് തന്നെ പിന്നീട് ആ ഭൂമി വിട്ടുകൊടുത്തതായിരുന്നു ഞങ്ങളുടെ വിയോജിപ്പ്. ഏത് സുപ്രീം കോടതി വിധിയോടും വിയോജിപ്പ് പ്രകടിപ്പിക്കാനുള്ള ഒരു ധാർമ്മിക അവകാശം, അധികാരം ഒരു പൗരനുണ്ട്, ഒരു രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ പറഞ്ഞു സുപ്രീം കോടതിയിൽ നിന്ന്. ഏത് സുപ്രീം കോടതിയാണ് പറഞ്ഞത് ഇവിടുത്തെ ഭരണകൂടം ഒരു മതപരമായ പരിപാടിയിൽ ഭാഗവാക്കാകണമെന്ന്? പ്രധാനമന്ത്രി തറക്കല്ലിടണമെന്നും പ്രധാനമന്ത്രി ഇതിൽ ഭാഗവാക്കാകണമെന്നും റോഡ് ഷോ നടത്തണമെന്നും മതപരമായിട്ടുള്ളൊരു കൃത്യത്തെ രാഷ്ട്രീയത്തിൻ്റെ ആക്കണമെന്നും ഏത് സുപ്രീം കോടതിയാണ് പറഞ്ഞത്? നിങ്ങൾക്കിത് മതപരമാണോ? ശ്രീരാമൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയും സാക്ഷരതയുടെയും ചിഹ്നമല്ലേ? നിങ്ങൾ ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വിഷയമായിട്ടല്ലേ ഇത് വരുത്തിയത്? പിന്നെ മൈറ്റ് ഈസ് റൈറ്റ് എന്നുള്ള നിങ്ങളുടെ പഴയ ഒരു ഇത് ആപ്തവാക്യമുണ്ടോ?
ആ ആപ്തവാക്യമല്ലേ നിങ്ങളിപ്പോൾ ഉയർത്തിപ്പിടിക്കുന്നത്? നിങ്ങളിപ്പോൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി ക്രൈസ്തവ നേതാക്കളെ വിളിച്ച് ഭക്ഷണം കൊടുത്തു, അല്ലെങ്കിൽ അവരെ കൂട്ടുചേർന്നു. എൻ്റെ ജയേന്ദ്രൻ മാഷെ കഴിഞ്ഞ വർഷം തന്നെ 700 സ്ഥലത്താണ് ക്രൈസ്തവ മേഖലകളിലാണ് ആക്രമണം നടന്നത്. വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും കുറ്റകൃത്യം 150% കണ്ടു വർദ്ധിച്ചു. 9 മാസമായിട്ട് ഒരു സംസ്ഥാനം കത്തിക്കൊണ്ടിരിക്കുന്നു. 240ഓളം പള്ളികളാണ് മണിപ്പൂരിൽ തകർക്കപ്പെട്ടത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.